എന്റെ പേരിന്റെ ആ, എന്റെ അമ്പിളി പേരാണല്ലോ ചേച്ചി പാലാ- ആ ലൈവ് അല്ല ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല ഇല്ല, അമ്പിളി ചേച്ചി അവിടെ പോകും. അമ്പിളി ചേച്ചി അവിടെ ഉണ്ടായിരുന്നു മുമ്പേ, ചിരിക്കും അല്ല ചിരിക്കും എന്നുള്ള ലൈവില്. ഈ കുമാർ ഒഴിവാക്കി കഴിഞ്ഞാ വിനുവേട്ടനല്ല വിനുവേട്ടനല്ല അത് ആ, ഓ അതാ ഉദ്ദേശിച്ചേ. ആ അമ്പിളി അല്ല ബിനു. ആ ആ പേര് കണ്ടപ്പോ ഞാൻ ഒന്ന് നോക്കിയാ സൂക്ഷിച്ചു നോക്കിയതാ. എന്റെ പേര് അതാണല്ലോ. ആ എന്റെ ബിനുചേട്ടന്റെ അല്ലെന്ന്. ആ ബിനു ബിനു ബിനു. അല്ല, ഞാൻ എന്റെ ചാനലിന്റെ പേര് മാറ്റാൻ പോവാ കൃഷ്ണ. കാരണം ട്യൂൺ ചെയ്യോ ഓരോരുത്തർ വന്നിട്ട് ഞാൻ ഈ ചാനലിന്റെ പേര് കണ്ടു. എന്റെ വൈഫിട്ട പേരാണ് ചാനലിന്റെ പെണ്ണാണല്ലേ? ലയവിസ്മയം. ആ ഈ കഴിഞ്ഞ ദിവസം ഒരു ഉണ്ണീന്നാണ് ഞങ്ങായി വലിയൊരു കോമഡി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എന്റെ പേര് ചാനലിന്റെ പേര് അറിയാലോ, ലയവിസ്മയം എന്നാണ്. ലയാന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളി വിചാരിച്ചു ഞാൻ ഏതോ ഒരു പെണ്ണാന്ന് വിചാരിച്ചു. നമ്മളെ ഒരു ചാനലുണ്ട്, ഞാൻ സ്ഥിരം പോകുന്ന ഒരു ചാനലാണ്. കാരണം ഞാൻ ആദ്യം ലൈവില് കണ്ട് പരിചയപ്പെട്ട ഒരു ചാനലാണ് പിന്നെ ടേസ്റ്റ് ഓഫ് തേക്കടി എന്ന് പറഞ്ഞൊരു ചാനൽ. ആ ഞങ്ങൾ നല്ല മായമ്മയെന്ന് വിളിക്കുന്നത്. ഞാൻ ആ ലൈവിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ മായമ്മയ്ക്ക് മെസ്സേജ് ഇട്ടോണ്ടിരിക്കുമ്പോ ഈ പുള്ളി വന്നിട്ട് ലയ എന്നുള്ള പേര് കണ്ട് പുള്ളി വിചാരിച്ചു ഏതോ പെങ്കൊച്ചാണ് കിളിയാണെന്ന് വിചാരിച്ചു പുള്ളി എന്നെ ട്യൂൺ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ മെസ്സേജിന്റെ ലൈൻ മാറുമ്പോ നമുക്കറിയാലോ. അപ്പൊ ഞാനും കുഴപ്പമൊന്നുമില്ല, ഞാനും പുള്ളി ശരിക്കും സൂപ്പിച്ചൊക്കെ അങ്ങ് നിർത്തി. ഞാനാകെ 2 ലൈൻ പോകുന്ന അതാന്ന് പറയുന്നത് ആണല്ലേ, ഓക്കെ പുള്ളി. അപ്പൊ ഞാനും പുള്ളി ഒന്ന് സൂപ്പിച്ചൊക്കെ നിർത്തി. എന്നിട്ട് ഒരു ദിവസം നമുക്ക് ലേനെ നമുക്ക് ഒരു ദിവസം ടൂറിൽ കയറ്റാം, നല്ല ലേ നല്ല പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞിട്ട് മായമ്മ ഒരു ഞായറാഴ്ച ടൂറിലേ ഒരു ഞായറാഴ്ച അതാ പറഞ്ഞെ. ആ പറഞ്ഞു പറഞ്ഞു മതി. ഒരു പ്രാവശ്യം ഒന്നും അല്ല, 2-3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ചെങ്ങായി ഞായറാഴ്ച നോക്കണം, ആള് മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത്. ഹൈദരാബാദിലെ മിലിറ്ററി ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. ആള് കറക്റ്റായി 8 മണിക്ക് അവിടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം നോക്കി പുള്ളി വന്നിട്ട് അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനും വൈഫും കൂടെ ഒന്നിച്ചിരുന്നിട്ടാണ് ഞങ്ങൾ ചോദ്യം കയറിയത്. അപ്പൊ പുള്ളി നോക്കുമ്പോ ഒരു മുട്ടത്തറയൻ താടിയൊക്കെ വെച്ചിട്ട് മുട്ടത്തറയൻ. എന്നിട്ട് ലയ നീ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ തന്നെയാണ് ലയ. അത് പിന്നെ ആ ലൈവിൽ ചെന്ന് ഞാൻ മനുഷ്യൻ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. എന്നിട്ട് പുള്ളിയുടെ നെഞ്ചത്തൊരു വെള്ളിടി വെട്ടിപ്പോയി. നമ്മുടെ രൂപകലയ്ക്കും പറ്റിയതാ അത്. നമ്മുടെ രൂപകല അറിയാം, രൂപകല മിഥുനറിയാം. നമ്മുടെ രൂപകല എന്ന് നമസ്തേ നമസ്തേ ചേട്ടാ. ഹായ് ശീതൾ. ശീതൾ ഹായ്. റാണീസ് വേൾഡ്. ആ ആ ചേട്ടൻ കൈ കൊടുക്കാൻ. ശീതൾ നമസ്തേ നമസ്തേ. ഹലോ ടീച്ചറെ വായോ. ടീച്ചർ ആ വായോ. 2 ലൈവും ജ്യോതി അത് ക്രിക്കറ്റ് ചാകണം ചെറിയ ഒരു പ്രാന്തുണ്ട് അവിടെ, ക്രിക്കറ്റിന്റെ ഫ്രണ്ടിലാ ഉള്ളത്. എന്റെ ആങ്ങള പറയുന്നത് ഹേയ് മച്ചാനേ വാ മച്ചാനേ വാ. ആ ഏയ് അത് ഞാൻ മച്ചാനെ പാടിയ വാ എൻ ശരിയാകുമെന്ന് മച്ചാനെ എനിക്ക് വാ തോന്നുന്നു. മച്ചാനെ. കാരണം ഫീമെയിൽ വേർഷനാണ് റാണീസ്. ആ, ഞാനും ഈ റേഡിയോ പേര്. അതെ അതെ എനിക്കറിയാം. സുഭാഷ് ബ്രോ ഈ റാണീസ് എന്ന പേര് പറയുമ്പോഴേ പലരും ട്യൂൺ ചെയ്യാൻ നോക്കലുണ്ട്. മച്ചാനേ വാ എൻ മച്ചാനേ വാ, അത് ഞാൻ പാടിയ ശരിയാവുന്ന തോന്നുന്നില്ല. മറ്റാരും കാണാതച്ചാരം താ നെഞ്ചിൽ ഉന്മാദത്താളം പഞ്ചബാണന്റെ മേളം ആവാഹ സ്വാഹായ ജപിച്ചിടും കുടുക്കുമായി വാവ വരം താത ഇത് പൂജ മഹാരാജ. അത് ഞാൻ പാടിയതാണെന്ന് കരുതിക്കോ, എനിക്ക് പാടാൻ പറ്റില്ല. അങ്ങനെ എന്നൊക്കെ ഞാൻ ഇറങ്ങിത്തരാം, കയറി ഇരുന്ന് പാടിക്കോ. അത് ലൈവ് നടത്തുന്നവർ മറഞ്ഞ തേച്ചു കുളിക്കും പുലർകാല സന്ധ്യേ നിന്നെ തിരുതാലി ചാത്തും കുഞ്ഞു മുകിലോ തെന്നലോ മഞ്ഞാട മാറ്റിയൊടുക്കും മഴവിൽ തിടമ്പേ നിന്റെ മണിമാരിൽ ചാത്തും രാത്രി നിഴലോ തെന്നലോ കുടനീത്തുമാകാശം കുടിലായി നിൽക്കും ദൂരെ പൊഴിയാക്കിനാവെല്ലാം മഴയായി തുളുമ്പും ചാരെ ഒരുപാടു സ്നേഹം തേടും മനസ്സിൻ പുണ്യമാ മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ ചിരിക്കുമ്പോൾ ചിരം